യമുന, ആ നായിന്റെ മൂക്ക് ഒരു ദിവസം ഞാൻ വിഷം കലക്കി കൊടുക്കും. വല്യേട്ടൻ കേക്കണ്ട. പിന്നെ കേട്ടാ എന്നെ ഒലത്തും. വേണ്ടി വന്ന അയാളെ തട്ടും ഞാൻ. നിന്നെ വിളിച്ചത് കിടന്ന് കയറി പൊളിക്കുന്നത് കേട്ടില്ലേ? ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ വന്നു വന്ന് അനുസരണ ഇല്ലാണ്ടായി. എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയുന്നു യമുനയ്ക്ക് കാവിൽ പോകാനാണ് പോയിട്ട് കൊടുക്കാൻ. എന്നിട്ട് നീ എന്തെടുക്കായിരുന്നു? ഞാൻ സുധാരേട്ടന്റെ ഷർട്ട് ശരിയാക്കായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഔദാര്യത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയുള്ള വഴിപാടാണ്, അത് മുടക്കിയ കുഴപ്പമാണെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മോള് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? അമ്മയില്ലാത്ത അവൾക്ക് നിങ്ങൾ അപ്പച്ചി വരെ അമ്മ, അത് മറക്കാതിരിക്ക. ആ ഒന്ന് എളുപ്പം നടക്ക ചേച്ചി. ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിടന്നാൽ തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും. എന്നാ നേരെ കളയണ്ട, പോയിട്ടൊരു. അച്ഛനും പറഞ്ഞ കൂടെ? ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം. അച്ഛൻ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. എന്നാ പോയിട്ടൊരു.